നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ഇന്നും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇനിയും ഒരുപാട് പേരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സൈന്യം സ്ഥലത്തെത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ ഇതാ മേജർ ജനറൽ വിനോദ് മാത്യുവിൻ്റെ ഒരു പ്രതികരണം അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത് തന്നെയാണ്. രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ സംഭവിച്ചതെന്ന് സൈന്യത്തിന്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ വിനോദ് മാത്യു പ്രതികരിച്ചു. ഇത്രയും ദൂരത്തിലും വ്യാപ്തിയിലും വലിയ അളവിൽ പ്രദേശങ്ങൾ മണ്ണിനടിയിലാകുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഉത്തരാഖണ്ഡിൽ അടക്കം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘമാണിവർ. ഇത്രയും വ്യാപ്തിയിൽ 3 വലിയ പ്രദേശങ്ങൾ പ്രകൃതി ദുരന്തത്തിന് ഇരയായതും ഇത്രയും മനുഷ്യർ മരണപ്പെടുന്നതും ആദ്യമായാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സൈന്യം പതറാതെ മുന്നിൽ നിന്ന് നയിച്ചു. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് നിന്ന് മുമ്പേ ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നാൽ 20 പേർ അവിടെ കുടുങ്ങി. ഇവിടേക്ക് എത്തിച്ചേരുന്നതും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതും ശ്രമകരമായ ദൗത്യമായിരുന്നു. വനത്തിലൂടെയും പുഴയിലൂടെയും ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ചെത്തിയ സൈന്യം ഉയരത്തിൽ നിന്ന് സാഹസികമായി ഇറങ്ങിയാണ് 19 പേരെയും രക്ഷപ്പെടുത്തിയത്. മനുഷ്യനേക്കാൾ ഉയരമുള്ള കൂറ്റൻ പാറകളും തകർന്നു വീണ കെട്ടിടങ്ങളും ചെളിയും മണ്ണും ഇതെല്ലാം നിറഞ്ഞ സ്ഥലത്താണ് സൈന്യം ഇപ്പോൾ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനിയും ആൾക്കാരെ സുരക്ഷിതരാക്കുക അല്ലെങ്കിൽ അവരെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു വലിയ പ്രദേശത്തേക്കുള്ള ആകെയുള്ള സഞ്ചാര മാർഗമായ പാലം അടക്കം തകർന്നടിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പാലം പണി നടക്കുകയാണത് ഏതാണ്ട് പൂർത്തീകരിക്കാറായി. ദുരന്ത മേഖലയിൽ 100ഓളം മനുഷ്യരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ ഒരു മലവെള്ളത്തിൽ ചാലിയാറിലൂടെ കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയത് നിരവധി വ്യക്തികളാണ്. മണ്ണിനടിയിൽ അകപ്പെട്ടവർ എത്ര എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാഴാഴ്ച കണ്ടെടുത്തത് 3 മൃതദേഹങ്ങളാണ്. ചാലിയാർ പുഴയുടെ വഴികളായ പനങ്കയത്ത് നിന്ന് 1 മൃതദേഹവും പൂക്കോട്ട് മണ്ണപ്പാലത്തിന് സമീപത്ത് നിന്ന് 2 മൃതദേഹങ്ങളുമാണ് കണ്ടെത്തിയത്. ഏതാനും ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരും അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്നാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 100ഓളം മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്. ബുധനാഴ്ചയും പോത്തുകൽ പ്രദേശത്ത് നിന്ന് സന്നദ്ധ പ്രവർത്തകരും അഗ്നിരക്ഷാസേനയും പോലീസും മറ്റും ചേർന്ന് 20ഓളം മൃതദേഹങ്ങളും അതിലേറെ ശരീരഭാഗങ്ങളും കണ്ടെടുത്തുവെന്ന് പോത്തുകൽ പഞ്ചായത്ത് അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽപ്പെട്ട് ഒഴുകിയെത്തിയ 100ഓളം മൃതദേഹ ഭാഗങ്ങളാണ് 2 ദിവസങ്ങളായി പോത്തുകല്ലിനടുത്തുള്ള ഏതാനും കിലോമീറ്റർ പ്രദേശത്ത് നിന്നായി കണ്ടെടുത്തത്. ചൂരൽ മലപ്പുഴ എന്നും പുന്നപ്പുഴ എന്നും അറിയപ്പെടുന്ന ഈ പുഴ ഒഴുകുന്ന വഴിയിൽ വനത്തിനുള്ളിൽ ഒട്ടേറെ വെള്ളച്ചാട്ടങ്ങളുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.